സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് പാസ്റ്റർ പുന്നൂസ് തൊടുവഴി. വളരെ ദീർഘ വർഷങ്ങളായി സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കോതമംഗലത്ത് താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ദൈവദാസനാണ്. ഇന്ന് നമുക്ക് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയിൽ നിന്നും നമുക്ക് ദൈവവചനം കേൾക്കാം. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 തൊട്ട് 8:30 വരെയുള്ള സമയങ്ങളിൽ പാസ്റ്ററുടെ ക്ലാസ് ഉണ്ട്. ബൈബിളിലെ കുടുംബങ്ങൾ എന്നുള്ളതാണ് പാസ്റ്റർ എടുക്കുന്നതായിട്ടുള്ള ക്ലാസ്സുകൾ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കുടുംബജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബൈബിളിലെ കുടുംബങ്ങളെക്കുറിച്ചും ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് ക്ലാസ്സിൽ നമുക്ക് ലഭിക്കുന്നത്. പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ, ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ കാതുകളെ ഒരുക്കാം. ദൈവവചന പഠനത്തിലേക്ക് ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഗോസ്പൽ TV UPയുമായി ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കാൻ കർത്താവ് നമുക്ക് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രിയ സാജു പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് കുടുംബങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടതായിത്തീരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കുടുംബങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം എന്ന് ഞാൻ ചിന്തിക്കാനുള്ള കാരണം, നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ കുടുംബങ്ങളെല്ലാം വളരെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന, കുടുംബ കോടതികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ കാരണവന്മാരുടെ കാലത്ത്, പിതാക്കന്മാരുടെ കാലത്ത് വിവാഹമോചനമോ കുടുംബ കോടതിയോ ഒന്നും നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പം സാഹചര്യങ്ങൾ മാറി. നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. ഈ 14 ജില്ലകളിലായി ഏകദേശം 32ഓളം കുടുംബ കോടതികൾ. അത് വളരെ വലിയ കോടതികളാണ്, കുടുംബ കോടതികളുണ്ട്. അപ്പൊ ഈ കുടുംബ കോടതികളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. ഞാൻ ജീവിക്കുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ ഞാൻ ജീവിക്കുമ്പോൾ തൊടുപുഴയിലെ കുടുംബ കോടതി നടക്കുന്നത് ഇവിടുത്തെ സിവിൽ സ്റ്റേഷനിൽ ഒരു ചെറിയ ഭാഗത്താണ് കുടുംബ കോടതി നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ തൊടുപുഴയിലുള്ള കോടതിയിൽ, മുനിസിപ്പൽ കോടതി, ജില്ലാ കോടതിയൊക്കെ ഉണ്ട്, അവിടെ ഞാൻ ചെന്നപ്പോ അവിടെ വലിയ ഒരു ബിൽഡിംഗ് പണിയുന്നത് കണ്ടു. ആ ബിൽഡിംഗ് പണിയുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ അഡ്വക്കേറ്റിനോട് ചോദിച്ചു, ഇതന്നെ ഇവിടെ വലിയ ഹോസ്പിറ്റൽ പോലെ വലിയൊരു ബിൽഡിംഗ് എന്നാ പണിയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, കുടുംബ കോടതി അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയാ. അപ്പൊ കുടുംബ കോടതി ചെറിയതായതുകൊണ്ട്, അവിടെ പറ്റാത്തത് കൊണ്ട് ഒരു വലിയ ബിൽഡിംഗ് തന്നെ, വലിയൊരു സമുച്ചയം തന്നെ പണിതുകൊണ്ടിരിക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ വളരെ വർദ്ധിച്ചു വരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ നമ്മുടെ കുടുംബത്തെ കുറിച്ച് വിചാരിക്കാനോ ഒക്കെ നമുക്ക് സമയം കിട്ടാതെ വരുന്നു. അങ്ങനെ ആണ് കുടുംബ പ്രശ്നങ്ങളും കുടുംബത്തിലുള്ള സന്തോഷങ്ങളും ഒക്കെ ഇല്ലാതെയാകുന്നത്. അപ്പോ നമുക്ക് ദൈവമക്കൾക്ക് അതിൽ നിന്നൊരു വ്യത്യാസം വേണം. സാധാരണ വിശ്വാസികളൊക്കെ കുടുംബ കോടതിയിലൊക്കെ പോക്ക് കുറവായിരുന്നു. പക്ഷെ ഇപ്പോ കാലഘട്ടം മാറി, ഡിവോഴ്സുകളൊക്കെ ദൈവമക്കളുടെ ഇടയിൽ പോലും കണ്ടുവരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ കുറച്ചുകൂടെ ബലവത്താകണം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാം, ഒരുമിച്ച് പഠിക്കാം എന്ന് ആഗ്രഹിക്കാനിടയായി തീർന്നത്. പ്രിയമുള്ളവർ, ഞാനും നമ്മൾ ഒരുമിച്ച് ഞാനും പഠിക്കുക, നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തുകൊണ്ടാണ് ബൈബിളിലെ കുടുംബങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ബൈബിളിലെ കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായി വരുന്ന പല പ്രതിസന്ധികളും ബൈബിളിലുള്ള ഓരോ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു.
അവരുടെ ജീവിതത്തിലും ഇതെല്ലാം ഉണ്ടായിരുന്നു. അവര് അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത്? അവര് എങ്ങനെ അതിജീവിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ആ ഓരോ കുടുംബങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പല കുടുംബങ്ങളിലും ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുകയും അപ്പൊ തന്നെ ചില കുടുംബങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കൊള്ളാത്ത ചില കാര്യങ്ങളൊക്കെ ബൈബിളിലെ കുടുംബങ്ങളിൽ പറയുന്നുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം എന്നാണ് ഞാനിത് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ കുടുംബത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലെ അല്ലെങ്കിൽ നമ്മൾ ഈ ബൈബിളിലെ കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, കുടുംബത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അതിനുവേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ എല്ലാ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും എന്നാണ് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കാൻ ഇടയായിത്തീരുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 3-ാം അധ്യായം എന്റെ 14-15 വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും. ഇവിടെ 14-ാമത്തെ വാക്യങ്ങൾ വായിച്ച അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോസ്തലൻ പൗലോസ് സകല കുടുംബത്തിനും വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോ ആ പൗലോസിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ സകല കുടുംബവും അനുഗ്രഹിക്കപ്പെടണം, സകല കുടുംബവും കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടണം, സകല കുടുംബത്തിലും ഒരു ദൈവിക നടത്തിപ്പുണ്ടാകണം, ദൈവിക അനുഗ്രഹം അനുഭവിക്കാൻ ഇടയായി തീരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അപ്പോസ്തലൻ പൗലോസ് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നത്. എല്ലാ കുടുംബത്തിനും വേണ്ടി, എല്ലാ കുടുംബത്തിനെയും ഓർത്ത് പൗലോസ് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമുക്കും കുറഞ്ഞ പക്ഷം നമ്മുടെ കുടുംബത്തെങ്കിലും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ്, എന്റെ കുടുംബം നന്നായിട്ട് പോകണം, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എന്റെ കുടുംബം ഏറ്റവും സന്തോഷമുള്ള ഒരു നല്ല കുടുംബമാക്കി കർത്താവ് എന്റെ കുടുംബത്തെ മാറ്റണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തെ കർത്താവ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹം കർത്താവ് സാധിപ്പിക്കാൻ ഇടയായി തീരും. ബൈബിള് കുടുംബത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ വായിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഏറ്റുപറയുന്ന തിരുവചനത്തിന്റെ പ്രത്യേകത കുടുംബത്തിന് ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ കുടുംബങ്ങളെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാനിടയായി തീരുന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് തന്നെ കർത്താവിന് കുടുംബത്തോട് വളരെ താല്പര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി തീരും. ബൈബിളിനെ കുടുംബ പുരാണം എന്നുകൂടെ വേണം വിളിക്കാം. നമ്മുടെ ബൈബിളിനെ കുറിച്ച് അങ്ങനെ ഒരു പേരും കൂടെ ആ ബൈബിളിന് യോജിക്കുന്നതാണ് കുടുംബ പുരാണം. കുടുംബങ്ങളെ കുറിച്ച് പറയുന്ന, കുടുംബം എങ്ങനെ പോകണം, കുടുംബം എങ്ങനെയാണ് നടക്കേണ്ടത്, കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ വളരെ വിശാലമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം. പ്രിയമുള്ളവർ, നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാത്തത് ഈ വചനം നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നത്തിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, നമ്മുടെ കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ കർത്താവിന്റെ വചനത്തെ കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ പലപ്പോഴും വഴിതെറ്റി പോകാനിടയായിത്തീരുന്നത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ പ്രതിസന്ധിയിലൂടെ പോകുന്നതിന്റെ കാരണം അതാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ തിരുവചനം നന്നായി പഠിക്കുന്നവരാണെങ്കിൽ, ദൈവവചനം നന്നായി പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കുടുംബം എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ,
അത് വാങ്ങിച്ചപ്പോ ആ ആ മൊബൈൽ ഫോണിന്റെ ആ കവറിനകത്ത് ഏറ്റവും മുകളിലിരുന്നത് ഈ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാനുള്ള ഒരു ബുക്കായിരുന്നു. ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു. ആ ബുക്ക്ലെറ്റ് നമ്മളാരും തുറന്നിട്ടില്ല. നമ്മളാരും അത് നോക്കിയിട്ടില്ല. നമ്മള് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തൊക്കെയോ ഫോണിൽ ചെയ്യാൻ അറിയാം. അതൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പോവാ. അത്യാവശ്യം ചിലര് വിളിക്കുക മാത്രം ചെയ്യും. ചിലപ്പോ ചിലര് വാട്സാപ്പ് ഉപയോഗിക്കും. അങ്ങനെ അതിനകത്ത് നമ്മുടെ ഫോണിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഫോണിലൂടെ ചെയ്യാം. എന്നാൽ പലരും അതൊന്നും അതിനകത്ത് ഡിക്ഷണറി ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, കലണ്ടർ ഉണ്ട് എന്ന് വേണ്ട ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇതിനൊന്നും മെനക്കെടാറില്ല. നമ്മളിതൊന്നും നോക്കാറില്ല. കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ആ പുസ്തകം, ആ ചെറിയ ബുക്ക്ലെറ്റ് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ വായിച്ചു നോക്കിയിരുന്നെങ്കിൽ, ആ ഫോൺ കേടുകൂടാതെ നന്നായി ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. വിശുദ്ധ വേദപുസ്തകം ഞാൻ പറയട്ടെ, ബൈബിൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം മനുഷ്യന് വേണ്ട എല്ലാം സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ച ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കാനിടയായി തീർന്നത്. അതിനുശേഷം കാലാകാലങ്ങളിൽ കർത്താവ് ഓരോ വ്യക്തികളെ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടതെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെക്കപ്പെട്ട നമ്മുടെ കയ്യിലിരിക്കുന്ന ആ വേദപുസ്തകം നമ്മളൊന്ന് തുറന്ന് വായിക്കാൻ തുടങ്ങിയാൽ, പ്രിയമുള്ളവരെ, അത് അതിനകത്തുനിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും, നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി തീരുന്നത്. അപ്പം ബൈബിളിന് കുടുംബ പുരാണം എന്നുകൂടെ ഒരു പേര് അനുയോജ്യമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. മാത്രമല്ല, കർത്താവിന്റെ സഭയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ സഭയെ കർത്താവ് ഉപമിച്ചിരിക്കുന്നത് കുടുംബത്തോടാ. കുടുംബത്തോട് ഉപമിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ സഭയെക്കുറിച്ച് കർത്താവ് പറയുമ്പം കുടുംബത്തോടാണ് പറയുന്നത്. ദൈവത്തിന്റെ ഭവനം എന്ന സഭയെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സഭ കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ടതാ. ആ ഏറ്റവും പ്രധാനപ്പെട്ട സഭയെ കർത്താവിന് ഉപമിക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഒരു സ്ഥാപനം, അത് നമ്മുടെ കുടുംബമായിരുന്നു. നമ്മുടെ കുടുംബത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തെ കർത്താവ് എത്ര നന്നായിട്ടാണ് ശ്രദ്ധിക്കുന്നത്, എത്ര കാര്യമായിട്ടാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കർത്താവ് ഓർക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്, പ്രിയമുള്ളവരെ. അപ്പൊ കർത്താവിന് നമ്മളുടെ കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാ. കർത്താവ് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. നമ്മുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബം സന്തോഷമായിട്ട് നടത്തണമെന്ന് കർത്താവിന് ചിന്തയുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കർത്താവ് അത് നന്നായി ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായി തീരുന്നത്. ഇന്ന് നമ്മെ അലട്ടുന്ന കുടുംബ പ്രശ്നങ്ങളെല്ലാം ബൈബിളിലെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിലെ കുടുംബങ്ങളെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങൾ ചിലപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കും. ഒന്ന്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ. അതാ എല്ലാ കുടുംബത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ഐക്യതയില്ലായ്മയാ. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് പോകുന്നില്ല. നമ്മൾ വിവാഹം കഴിക്കുമ്പോ വിവാഹത്തിന് മുമ്പേ നമ്മൾ ആഗ്രഹിച്ചത് വലിയ സ്വപ്നങ്ങൾ കണ്ടോണ്ടാണ് നമ്മൾ വിവാഹത്തിലേക്ക് പോയത്. നമ്മൾ വിവാഹത്തിലേക്ക് പോകുമ്പോ നമുക്ക് ഒത്തിരി താല്പര്യത്തോടെ, ഒത്തിരി ആഗ്രഹങ്ങളോടെ നമുക്ക് അങ്ങനെയാകണം, നമുക്ക് മറ്റേ കുടുംബം പോലെ ആകരുത്, നമ്മുടെ അപ്പന്റെ അമ്മയുടെ കുടുംബം പോലെ ആകരുത്, നമ്മൾ കണ്ടിട്ടുള്ള ഒത്തിരി കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങളെ പോലെ നമുക്കാകരുത്. നമ്മൾ ഏറ്റവും നല്ലൊരു കുടുംബം നടത്തണം, ഏറ്റവും നല്ലൊരു കുടുംബജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാ നമ്മളെല്ലാവരും വിവാഹ ജീവിതത്തിലേക്ക് വളരെ പ്രതീക്ഷകളോടെ നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. എന്നാൽ ആ കുടുംബം നമ്മൾ അങ്ങനെ ജീവിതം ആരംഭിച്ചെങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോ അതിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടായി. നമ്മൾ ചിന്തിച്ചതുപോലെ ഒന്നും കാര്യം പോകുന്നില്ല. നമ്മൾ എത്ര പിടിച്ചിട്ടും നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്തതിലേക്കാ നമ്മൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാം? ആ കുടുംബത്തെ നമുക്ക് എങ്ങനെ ഒന്ന് രക്ഷിക്കാം എന്ന് നമ്മള് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കാനിടയായി തീരും. അപ്പോ ഒന്ന്, നമ്മുടെ കുടുംബത്തിന്റെ നല്ല പോക്കിന്റെ തടസ്സമാകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സ്നേഹമില്ലായ്മ, അവർക്ക് തമ്മിലുള്ള പൊരുത്തക്കേടുകൾ, അവരെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് അതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല. കാര്യം, എന്റെ ആഗ്രഹങ്ങളല്ല എന്റെ ഭാര്യയുടെ ആഗ്രഹം, എന്റെ ഭാര്യയുടെ ആഗ്രഹമായിരിക്കില്ല എന്റെ ആഗ്രഹം. അങ്ങനെ പല കാര്യങ്ങൾ കൂടെ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ജീവിതം സന്തോഷമില്ലാത്തതായി മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി തീരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഈ തലമുറകൾ തമ്മിലുള്ള ഒരു വിടവ്. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിലല്ല
എന്റെ മക്കള് ജനിച്ചു വളരുന്നത്. എന്റെ മക്കള് ജനിച്ചു വളരുന്നത് വേറെ ഒരു സാഹചര്യത്തിലാ. നമ്മളെല്ലാവരും അങ്ങനെ നമ്മളതൊക്കെ ജീവിച്ച പോലെ അല്ലല്ലോ നമ്മുടെ മക്കള് ജീവിച്ചു വരുന്നത്. അവര് ജീവിച്ചു വരുന്നത് അവര് വേറൊരു ഒരു 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 ജനറേഷനാ അവര്. അതുകൊണ്ട് ആ ജനറേഷൻ ഗ്യാപ്പ് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഇങ്ങനെയായിരിക്കണം കാര്യങ്ങൾ. ഇങ്ങനെയായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന്. കാര്യം നമ്മൾ അങ്ങനെയാണ് കണ്ടുപഠിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ പോകുമ്പോഴാണ് നന്നായിട്ട് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ പുതിയ തലമുറ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. അവര് മനസ്സിലാക്കുന്നത് ആ ആ ആ അവർക്ക് വേറെ ഒരു ഐഡിയ അവരിലുണ്ട്. വേറൊരു ഐഡിയ കൊണ്ടാണ് അവര് നോക്കുന്നത്. അപ്പം ഈ നമ്മൾ ചിന്തിക്കുന്നതിന് വിരോധമായി നമ്മുടെ തലമുറകൾ ചിന്തിക്കുമ്പോ തലമുറകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ തലമുറകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മുടെ കുടുംബങ്ങളെ വളരെ കാര്യമായി ബാധിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ വളരെ കാര്യമായി ബാധിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഒന്ന്, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ഒരു പൊരുത്തക്കേടുകൾ. 2, തലമുറകൾ തമ്മിലുള്ള വിടവ്. ആ തലമുറകൾ തമ്മിലുള്ള വിടവിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഈ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നം. ഈ അമ്മായിമ്മയുടെ ആഗ്രഹം എന്റെ മകൻ ഏറ്റവും നന്നായിട്ട് ജീവിക്കണം തന്നെയാ. എന്റെ മകൻ ഏറ്റവും നന്നായിട്ട് ജീവിക്കണം. എന്റെ മകൻ എല്ലാം ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ, ഞാൻ സ്നേഹിച്ചേക്കാൾ കൂടുതൽ അവന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് അമ്മായിമ്മ ആഗ്രഹിക്കുന്നത്. ഈ ഭാര്യയുടെ ആഗ്രഹവും എന്റെ ഭർത്താവിനെ എനിക്ക് ഏറ്റവും നന്നായിട്ട് നോക്കണം, എന്റെ ഭർത്താവിനെ എനിക്ക് ഏറ്റവും നന്നായി ശുശ്രൂഷിക്കണം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ ഈ അമ്മ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കല ഈ മകൾ ചെയ്യുന്നത്. മകൾ പുതിയൊരു തലമുറയാ. ആ തലമുറ വേറെ ഒരു രീതിയിലായിരിക്കും ഇടപെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് തമ്മിലുള്ള ഒരു ഉരസലാണ് ഈ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള. അവർക്ക് തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ അമ്മായിമ്മ ഒത്തിരി സ്നേഹത്തോടെയാണ് ഈ മരുമോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ മരുമോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മേനെ ഒത്തിരി സ്നേഹത്തോടെയാണ് കണ്ടോണ്ടിരുന്നത്. അവർ തമ്മിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ ദിവസം ചെല്ലും തോറും ഈ മകനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഓടുള്ള കരുതൽ അമ്മ കരുതുമ്പോൾ മകൾ ഓർക്കും, അതിന്റെ ആവശ്യമില്ലല്ലോ, ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്യുമല്ലോ, ഞാൻ കരുതാലോ എന്ന് ഓർക്കും. അമ്മ ഓർക്കും, അവന് ഞാൻ രാവിലെ കിടക്കാർക്ക് കൊടുക്കുന്നതായിരുന്നല്ലോ, അവിടെ ഇന്നും ഞാൻ തന്നെ കൊടുത്തേക്കാം എന്നോർക്കും. അങ്ങനെ ഈ മകനോടുള്ള അമ്മയുടെയും ഭാര്യയുടെയും സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടാണ് അവര് തമ്മിൽ പ്രശ്നമാകുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ തലമുറകൾ തമ്മിലുള്ള വിടവുകൾ, തലമുറ തമ്മിലുള്ള അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ്, അതാണ് കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബ തകർച്ചയുടെയും കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് നമ്മൾ അറിയണം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒന്ന്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ. 2, തലമുറകൾ തമ്മിലുള്ള വിടവ്. 3, പക്ഷപാതപരമായ സമീപനം. കുടുംബത്തിനകത്ത് പക്ഷപാതപരമായിട്ടുള്ള ഇടപാടുകൾ. ചിലപ്പോ നമുക്ക് 2-3 മക്കളുണ്ട്. ആ മക്കളോട് ഒരാളോട് കാണിക്കുന്ന ആ ഇടപാടായിരിക്കില്ല, അത്ര സ്നേഹമായിരിക്കില്ല മക്കളോട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് തമ്മിലുള്ള ഇടപാടുകളിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പൊ പക്ഷപാതപരമായി നമുക്ക് കൂടുതൽ സ്നേഹമുള്ളവരോട് നമ്മൾ കൂടുതൽ ഇടപെടുന്നു, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അത് കുടുംബത്തിനകത്ത് വരുമ്പോൾ ഒന്ന് ഒരുമിച്ച്, പ്രത്യേകിച്ച് ഒരു 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 കൂട്ടുകുടുംബമാണെങ്കിൽ അപ്പനും അമ്മയും ഭാര്യയും മക്കളും എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു കൂട്ടുകുടുംബം ഒക്കെ ആണെങ്കിൽ അതിനകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നു, ഏറ്റവും കൂടുതൽ എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനകത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പക്ഷപാതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോ ചില മക്കള് ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്തിട്ട് അവര് പൈസ അയക്കുമ്പോ ചിലപ്പോ അവരുടെ ഭാര്യയുടെ പേരിലേക്കാണ് അയക്കുന്നതെങ്കിൽ അപ്പനും അമ്മയും പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പന്റെയും അമ്മയുടെ പേരിലേക്ക് പൈസ അയച്ചാൽ ഈ ഭാര്യ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ കാര്യം, അവരെല്ലാവരും ആഗ്രഹിക്കുന്നു, അമ്മ ആഗ്രഹിക്കുന്നു, അപ്പൻ ആഗ്രഹിക്കുന്നു, എന്റെ മോനല്ലേ, അവൻ ജോലി ചെയ്ത് വരുന്ന പൈസ എന്റെ തരണം, ഞാൻ ഈ കുടുംബം നടത്താം, ഞാനല്ലേ കുടുംബത്തിലെ കുടുംബനാഥൻ, അല്ലെ ഞാനല്ലേ കുടുംബത്തിലെ ഏറ്റവും വലിയ ആള്, മൂത്ത ആള് എന്ന് വിചാരിക്കും. ഭാര്യ വിചാരിക്കും, ഞാനല്ലേ ഭാര്യ, എന്റെ കയ്യിലല്ലേ പൈസ ഏൽപ്പിക്കട്ടെ, എന്നെയല്ലേ ഏൽപ്പിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഈ ഈ ഈ ഒരു പ്രശ്നം, പക്ഷപാതപരമായിട്ടുള്ള ഒരു ഇടപാടുകൾ നമ്മുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകുമ്പോ അത് നമ്മുടെ കുടുംബജീവിതത്തിന്റെ ആ സന്തോഷത്തെ ഇല്ലാതെയാക്കും. നമ്മുടെ കുടുംബജീവിതത്തിന്റെ ആ സന്തോഷം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ സമാധാനമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് മാറാനിടയായി തീരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി തീരുന്നത്. 4മതായിട്ട്, ധാർമ്മിക ദോഷങ്ങളായ മദ്യപാനം. ചിലപ്പോ പല കുടുംബങ്ങളുടെയും കുടുംബ പ്രശ്നത്തിന്റെയും കാര്യം ആ കുടുംബത്തിലെ മദ്യപാനമായിരിക്കും. ഒന്നെങ്കിൽ ആ വീട്ടിലെ അപ്പന്റെ മദ്യപാനം, അല്ലെങ്കിൽ മക്കളുടെ മദ്യപാനം. അങ്ങനെ മദ്യപാനം പല കുടുംബങ്ങളെയും തകർത്തിട്ടുണ്ട്. പല കുടുംബങ്ങളെയും തകർത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ അങ്ങനെ തകർന്ന ഒത്തിരി കുടുംബങ്ങളെ നമുക്കറിയാലോ. ഏറ്റവും
ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്റെ കുടുംബമാണ്. എന്റെ കുടുംബത്തിൽ എന്റെ പിതാവ് ഒരു ഭയങ്കര മദ്യപാനിയായിരുന്നു. നന്നായി മദ്യപിക്കുന്ന മനുഷ്യനായിരുന്നു. മദ്യം കഴിക്കും, ചാരായം മാറ്റും, അങ്ങനെ എല്ലാ ദിവസവും മദ്യം കഴിക്കുന്ന, രാവിലെ മുതൽ രാത്രി വരെ മദ്യം കഴിക്കുന്ന ഒരു മദ്യപാനിയുടെ മകനാ ഞാൻ. ഒരു ചാരായം മാറ്റുകാരന്റെ മകനായിരുന്നു ഞാൻ, പ്രിയമുള്ളവരെ. അങ്ങനെ ആ മദ്യപാനം കൊണ്ട് കുടുംബത്തിലുണ്ടായിട്ടുള്ള തകർച്ചകൾ, ഞാൻ ഒരു ദിവസം പോലും രാത്രി സമാധാനത്തോടെ ഉറങ്ങാത്ത രാത്രികളുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും അടിയും ബഹളമായിരുന്നു. അതിന്റെ കാരണം മദ്യപാനമായിരുന്നു, പ്രിയമുള്ളവരെ. മദ്യപാനം കൊണ്ട് സാമ്പത്തിക തകർച്ചകൾ, സമൂഹത്തിൽ വിലയില്ലാതെ വരുന്ന അവസ്ഥകൾ, കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാത്ത, ഒരു നേരം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാനോ, ഒരു നേരം പോലും സമാധാനത്തോടെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനോ പറ്റാത്ത ഒരു വലിയ വേദനയുടെ ഒരു അനുഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പൊ മദ്യപാനം, ഞാൻ നിങ്ങളോട് പറയട്ടെ, കുടുംബങ്ങളെ തകർക്കും. മദ്യപാനം കൊണ്ട് കുടുംബ തകർച്ചകൾ ഉണ്ടാകാനിടയായി തീരുന്നത്. കുടുംബം മാത്രമല്ല, മദ്യപാനം ഉണ്ടാകും. മദ്യപാനം വരുമ്പോ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നാട്ടിൽ സമൂഹവുമായിട്ടുള്ള ബന്ധത്തിന് കുറവുണ്ടാകും. അപ്പൊ അങ്ങനെ ഈ ഈ ഇതൊക്കെ കുടുംബജീവിതത്തെ വളരെ കാര്യമായി ബാധിക്കാനിടയായി തീരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് രക്ഷപ്പെടണം. അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട്, അതിൽ നിന്നൊക്കെ നമുക്കൊരു നല്ല ഒരു അനുഗ്രഹപ്രദമായ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ സാമൂഹികപരമായ അല്ലെങ്കിൽ ധാർമ്മിക ദോഷങ്ങളായ ഒന്നാമത്തെ കാര്യമാണ് മദ്യപാനം. 2, പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധം. അപ്പോ പല കുടുംബത്തിന്റെ തകർച്ചയുടെ കാരണം മദ്യപാനം ഉണ്ടെങ്കിലും ചിലപ്പോ അവര് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം, അങ്ങനെ വഴിവിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് കുടുംബത്തിൽ തകർച്ചകൾ ഉണ്ടാക്കും. അങ്ങനെ കുടുംബ തകർച്ചകൾ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ചില ആഴ്ചകൾ നമ്മൾ ഇങ്ങനെ തുടർമാനമായി ചിന്തിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാം, എങ്ങനെ നമ്മുടെ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാം. നമ്മുടെ ആഗ്രഹം, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നതിന്റെ ആഗ്രഹം, പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുടുംബത്തെ എങ്ങനെ നമുക്ക് രക്ഷിക്കാം, എന്റെ കുടുംബത്തെ എനിക്ക് എങ്ങനെ രക്ഷിക്കാം, നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തെ നമുക്ക് രക്ഷിക്കണം. നമുക്കൊരു നല്ല നല്ല കുടുംബജീവിതം വേണം. ഒരു വീട്ടിലെ ഭാര്യയോട് ചോദിച്ചാൽ ആ ഭാര്യ ആ കുടുംബത്തെ സ്നേഹിക്കുന്നത് എത്രയധികം ആ സഹോദരി പറയും. അവർ ആ കുടുംബത്തെ എത്ര കാര്യമായിട്ടാണ് സ്നേഹിക്കുന്നത്. പ്രിയമുള്ളവർ, അവരവരുടെ വീടെല്ലാം വിട്ടേക്ക് പോന്നാ, അവരെല്ലാം അവരുടെ വീടെല്ലാം വിട്ടിട്ട് നമ്മളെ വിശ്വസിച്ച്, പുരുഷന്മാരെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഇറങ്ങിപ്പോന്നാ. അപ്പൊ അവരുടെ മനസ്സിലെ ആഗ്രഹം, അവർ ആ കുടുംബം ഏറ്റവും നന്നായിട്ട് പണിയണം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സ്ത്രീയാണ് കുടുംബം പണിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അവരത് നന്നായി ചെയ്യാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്നത്. അതാണ് അവരുടെ ആഗ്രഹം. ഇനി പുരുഷനോട് നമ്മൾ സംസാരിച്ചു നോക്കി, ആ പുരുഷന്റെ ആഗ്രഹം അത് തന്നെ. പുരുഷന്റെ ആഗ്രഹം അവന്റെ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും പണിയെടുക്കുന്നതും എല്ലാം, എങ്ങനെയും എന്റെ കുടുംബം നന്നാക്കണം, എന്റെ കുടുംബം എങ്ങനെയും ഒരു ഭംഗിയാക്കണം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എനിക്ക് വേണം, ഒരു നല്ല കുടുംബജീവിതം എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ച ഈ രണ്ടുപേരും ഇത് ചെയ്യുന്നത്. പക്ഷെ രണ്ടുപേരും രണ്ട് ചിന്താഗതികൾ കൊണ്ടും രണ്ട് ധ്രുവത്തിലുമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് പോകാത്തത്. അല്ലാതെ അവർക്ക് ആർക്കും കുടുംബം നശിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല, അവർക്ക് ആർക്കും കുടുംബം തകർത്ത് കളയണമെന്ന് ആഗ്രഹമില്ല. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം, നമ്മുടെ കുടുംബമായിരിക്കണം ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും മാന്യമായ കുടുംബം എന്ന് തന്നെ ആഗ്രഹിച്ച എല്ലാവരും ഈ കുടുംബ ജീവിതത്തെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ കുടുംബത്തെ തകർക്കുന്ന അടുത്തൊരു പ്രതിസന്ധിയാണ് കടക്കെണി. കടം മേടിച്ച്, നമ്മുടെ മുമ്പിൽ ആവശ്യങ്ങൾ വരും. ആവശ്യങ്ങൾ വരുമ്പോ നമ്മൾ കടം ആരുടെയിലൊക്കെ കടം മേടിക്കും. അല്ലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോ അവർക്ക് ഒരു ആവശ്യം വന്നു. ആ ആവശ്യത്തിൽ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയാ കടമെടുക്കുന്നത്. പക്ഷേ ഈ കടം അത് വളരാൻ തുടങ്ങും. കടത്തിന് ജീവനുണ്ട്, അത് വളരും, അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും. ആ കാര്യം, ഇന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമുക്കൊരു ആവശ്യം വന്നു, അതിനു വേണ്ടിയാണ് നാളത്തെ വരുമാനത്തിൽ നിന്ന് കൊടുത്തു തീർക്കാം എന്ന് ആഗ്രഹിച്ച് നമ്മൾ കടം മേടിക്കുന്നത്. പ്രിയമുള്ളവർ, നാളെ ഇതിനേക്കാൾ വലിയ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആവശ്യങ്ങളൊന്നും കുറയുന്നില്ല. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂടി വരിക. നമ്മുടെ വരുമാനം കൂടുന്നില്ല. നമ്മുടെ ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിന്റെയും ചെലവ് വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ ചെലവ് വർദ്ധിക്കുന്ന അനുസരിച്ച് നമുക്ക് വരുമാനം വർദ്ധിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നത്, നമുക്ക് കടം മേടിക്കാതെ, കടമെടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനുവേണ്ടി ബൈബിൾ പറയുന്നു, ഉറുമ്പിനെ നോക്കി ഒരു പാഠം പഠിക്കുവീൻ. ഉറുമ്പിനെ നോക്കി ഒരു പാഠം പഠിക്കണം എന്ന് വെച്ച് പറയാ, ഉറുമ്പ് മഴക്കാലത്തേക്കുള്ളത് വേനൽക്കാലത്ത് തന്നെ ശേഖരിച്ചു വെക്കുന്നത് കൊണ്ട് അവർക്ക് മഴക്കാലം ഒരു പ്രശ്നമേ അല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാളുകളിൽ പൈസയുടെ ആവശ്യം ഉണ്ടാകും, നാളുകളിൽ സാമ്പത്തിക ആവശ്യം ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ദുർച്ചെലവുകളൊക്കെ കുറച്ച് നമുക്ക് കടഭാരത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ കടമുണ്ടെങ്കിൽ ആ കടത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്.
അതും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും, നമ്മുടെ കുടുംബജീവിതം സുഗമമായി പോകാൻ, നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ എന്തൊക്കെയാണ് മാർഗങ്ങളെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. മാർഗമുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് കർത്താവിനെ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിസന്ധികളിൽ തളർന്നു പോകേണ്ട കാര്യമില്ല. ആ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നുള്ള നല്ല ഒരു ഗൈഡ് ലൈൻ നമ്മുടെ കയ്യിലുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകമാണ്. ഒരു വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്ക് വിടുവിക്കപ്പെടാൻ പറ്റും. ആ ആ ആ ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും എന്നാണ് മനസ്സിലാകുന്നത്. മദ്യപാനത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. എന്റെ പിതാവിന് ഒരു മദ്യപാനിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. മദ്യം കഴിക്കുന്ന ആളായിരുന്നു, ചാരായം വാറ്റുന്ന ആളായിരുന്നു ഒക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഒരു സുവിശേഷ യോഗത്തിൽ പോയി, ഒരു സുവിശേഷ മീറ്റിംഗിൽ കയറി, യേശുവേ അങ്ങന്റെ കർത്താവാന്ന് പറഞ്ഞപ്പോ, യേശുവേ ഞാൻ എന്റെ കർത്താവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, ആരുടെയും നിർബന്ധം കൂടാതെ, ആരുടെയും കമ്പലില്ലാതെ എന്റെ പിതാവിന്റെ മദ്യപാനം അദ്ദേഹത്തെ വിട്ടുപോയി. ആ മദ്യപാനം എന്റെ പിതാവിന് വിട്ടുപോയി. പ്രിയമുള്ളവരെ, രാവിലെ കട്ടിലിൽ എഴുന്നേക്കണേ മദ്യം കഴിക്കേണ്ട ആളായിരുന്നു. പക്ഷെ യേശു കർത്താവ് ഹൃദയത്തിലേക്ക് വന്നപ്പോ എന്റെ 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 അപ്പന്റെ മദ്യപാനം നിർത്താൻ പറ്റത്തില്ല എന്ന് കരുതിയിരുന്ന ആ മദ്യപാനം വിട്ടുപോയി. ഒത്തിരി വീടി വലിക്കുന്ന ആളായിരുന്നു. അതിനുശേഷം യേശുവിനെ സ്വീകരിച്ച ശേഷം വീടി വലിക്കേണ്ടി വന്നിട്ടില്ല. അതിന് മുമ്പ് എന്റെ പിതാവ് പറയായിരുന്നു, വീടി വലിച്ചില്ലെങ്കിൽ രാവിലത്തെ കാര്യങ്ങൾ നടക്കില്ല, ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റ് ഒന്നും പോകാൻ പറ്റിയല്ല എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോ മദ്യപാനം നിന്നു, വീടുകളിൽ നിന്നു, വേറെ യാതൊരു ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായില്ല. കർത്താവ് സംരക്ഷിച്ചു എന്നുള്ളത് എന്റെ അനുഭവം പ്രിയമുള്ളവരെ. മാത്രമല്ല, ഞങ്ങൾ 4 മക്കളുണ്ട്. ഞങ്ങൾ 5 മക്കളായിരുന്നു. മൂത്തയാൾ മരിച്ചുപോയി. ഞങ്ങൾ ഈ 5 മക്കളുണ്ടായിട്ടും എന്റെ അമ്മയുടെ വീട്ടിൽ എന്റെ അപ്പം പോയിട്ടില്ല. എന്റെ അമ്മയുടെ കൂടെ എങ്ങും യാത്ര ചെയ്തില്ലായിരുന്നു. എന്നാൽ യേശു കർത്താവ് എന്റെ അപ്പന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോ, യേശു കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നപ്പോ, ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് സ്വർഗമാക്കി. ഞങ്ങളുടെ കുടുംബം സമാധാനം നിറഞ്ഞൊരു കുടുംബമാക്കി. കഴിഞ്ഞ 43 വർഷമായി ഞങ്ങളുടെ കുടുംബം യേശുവുള്ള, സമാധാനമുള്ള ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് മാറ്റി. ആ കർത്താവ് ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുന്നേക്കാൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് യേശു കർത്താവാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ സ്വന്തക്കാർക്കോ, നിങ്ങളുടെ വീട്ടുകാർക്കോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്നും നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് അത്രമാത്രം കരുതാൻ പറ്റുന്നില്ലായിരിക്കും. അത്രമാത്രം അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ, മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കുടുംബത്തെ നന്നായി കൊണ്ടുപോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടി യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിന്റെ കർത്താവിന്റെ കൂടെ, കർത്താവ് പറയുന്ന അനുസരിച്ച് കർത്താവിന്റെ കൂടെ അങ്ങ് നിന്നാൽ മതി. നമ്മുടെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി സന്തോഷമുള്ള ഒരു നല്ല കുടുംബജീവിതമാണ് കർത്താവ് നമ്മളെ കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. ബൈബിൾ പഠിപ്പിക്കുന്ന കുടുംബത്തിന്റെ ചില സവിശേഷതകളുണ്ട്. അത് നന്നായി പോകാൻ ചില സവിശേഷതകളുണ്ട്. ഒന്ന്, നമുക്കൊരു വേദഭാഗം വായിക്കാം. യോശുവയുടെ പുസ്തകം നമുക്ക് എല്ലാവർക്കും വളരെ കാണാപ്പാട് അറിയാവുന്ന വാക്യ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം. യോശുവ 24:15. അവിടെ നമുക്ക് ആ വേദഭാഗത്ത് നമ്മളിങ്ങനെയാണ് കേൾക്കുന്നത്. യോശുവ ഒരു തീരുമാനം പറയാം, ഒന്ന് വായിക്കാമോ? യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ, നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളി. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ യോശുവ പറയാം, നിങ്ങൾ എന്നെ വിളിച്ചു. ഒരു സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, ഒരു വലിയ സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യോശുവ വിളിച്ചു പറയാം, നിങ്ങൾ എല്ലാവരും എന്നാ വേണ്ടി തീരുമാനിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു തീരുമാനമുണ്ട്. എന്റെ തീരുമാനം ഇതാണ്. നിങ്ങൾ എല്ലാവരും പോകുന്ന പുറകെ ഞാനും വരാം എന്നല്ല യോശുവ പറയുന്നത്. നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യാം എന്നല്ല യോശുവ പറയുന്നത്. കാര്യം യോശുവ പറയാ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും. അത് യോശുവയുടെ തീരുമാനമാണ് പ്രിയമുള്ളവരെ. അപ്പോ നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന ആ കുടുംബം നന്നായിട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവ കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം. നമ്മുടെ പ്ലാനുകളെക്കാൾ, നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, നമ്മൾ കാര്യം ചെയ്യുമ്പോൾ കർത്താവിന് ഇഷ്ടമാണോ? കർത്താവിന് അത് ഇഷ്ടമായിരിക്കുമോ? കർത്താവ് ആ കാര്യത്തിൽ എന്നെ പറയുന്നത്, കർത്താവിന്റെ പ്ലാൻ എന്നായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ഞാനൊരു കാര്യം പറയാം. കർത്താവ് പറയുന്നു, ഞാനും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്.
കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞ എല്ലാവരുടെയും കൂടെ യേശു കർത്താവുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണത്തില്ലായിരിക്കും. പക്ഷേ ആ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എല്ലാ സമയത്തും നമ്മുടെ കൂടെ ആ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യം മിണ്ടാൻ പറ്റില്ല. പല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുകേല. നമുക്ക് നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ, ആ ആ ബഹുമാനിക്കുന്ന ആളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ശബ്ദം പൊങ്ങിയേല. നമ്മൾ വളരെ പതുക്കെ സംസാരിക്കും. നമ്മൾ പല കാര്യങ്ങളും പതുക്കെ സംസാരിക്കും. പലതും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ ചെയ്യുകേല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. എന്നാ കാര്യം അറിയാവോ? അവരുണ്ടല്ലോ, അത് അദ്ദേഹം കേൾക്കുമല്ലോ എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം കാണുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വളരെ ഡീസന്റ് ആയി പോകും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ കൂടെ എല്ലാ കാര്യം, കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ചുമ്മാ പറഞ്ഞല്ലല്ലോ. കർത്താവ് നമ്മളെ കളിപ്പിക്കാനോ നമ്മളെ പറ്റിക്കാനൊന്നും പറഞ്ഞല്ലല്ലോ. നമ്മളെ സുഖിപ്പിക്കാൻ പറഞ്ഞല്ലല്ലോ. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ഉണ്ട്. ഒന്ന് വിശ്വസിച്ചേ, യേശു എന്റെ കുടുംബത്തിലുണ്ട്. കർത്താവ് എന്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ട്. ആ കുടുംബത്തിൽ, യേശു ഉള്ള കുടുംബം ആണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായാൽ, ഞാൻ നിങ്ങൾ പറയാം, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബം സന്തോഷം നിറഞ്ഞ കുടുംബമായി തീരും. നമ്മൾ തന്നെ ചിലപ്പോൾ പലതും വേണ്ടെന്ന് വെക്കും. പലതും നമ്മൾ വേണ്ടെന്ന് വെക്കും. പല സംസാരം വേണ്ടെന്ന് വെക്കും. പല ഇടപാടുകൾ വേണ്ടെന്ന് വെക്കും. പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കും. കാര്യം കർത്താവുണ്ടല്ലോ, യേശു കർത്താവ് കേൾക്കുമല്ലോ, യേശു അറിയുമല്ലോ എന്ന് ചിന്തിക്കും പ്രിയമുള്ളവരെ. അപ്പോൾ ആ ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ അടിസ്ഥാനം ഭക്തിയും പ്രാർത്ഥനയും ആണ്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കർത്താവിനോടുള്ള ഭക്തി, അല്ലെങ്കിൽ കർത്താവിനോടുള്ള ബഹുമാനം, കർത്താവിനോടുള്ള സ്നേഹം, അത് ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ചിലപ്പോൾ നമ്മളെല്ലാം അത് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പലതും കേട്ടില്ലെന്ന് വെക്കും. ചിലത് നമ്മളങ്ങ് ക്ഷമിച്ചേക്കും. മനഃപൂർവ്വം അങ്ങ് ക്ഷമിക്കും. എന്റെ കാര്യം അറിയാവോ? കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാ. അപ്പൊ നമ്മുടെ കുടുംബം ഒരു ഭക്തിയുള്ള കുടുംബമായി തീരട്ടെ. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായി തീരട്ടെ. പ്രാർത്ഥനയുള്ള, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദം ഉണ്ടാകട്ടെ. നിങ്ങളൊരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, അല്ല വ്യക്തിപരമായ ഒരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, കുറച്ചു നേരം ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചേ പ്രിയമുള്ളവരെ. കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉടനെ എടുത്തു ചാടാതെ, നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ വികാരങ്ങൾ കൊണ്ടോ അതിനെ അഭിമുഖീകരിക്കാതെ നമ്മൾ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് അത്ഭുതം നടക്കുന്ന കാണാൻ പറ്റും. വിഷയങ്ങൾ മാറിപ്പോകുന്നത് കാണാൻ പറ്റും. സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞ് മാറിപ്പോകുന്നത് പോലെ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, ആ യേശു ജീവനോടുണ്ട്. ആ യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, നിങ്ങൾ പറയുമ്പോൾ, ആ പ്രതിസന്ധികൾ ആ മഞ്ഞ് മാറിപ്പോകുന്നത് പോലെ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ദൈവ കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ കുടുംബം എന്നാണ് നമുക്ക് ഓർപ്പിക്കാനുള്ളത് പ്രിയമുള്ളവരെ. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 33-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിക്കാമോ? എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അവിടെ ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ. നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടതാകുന്നു. 32-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത് പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അവിടെ ഭയപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ പേടിക്കണം എന്നല്ല, ഒരു മൂർഖമാവിനെ കാണുന്നതല്ല നമ്മളെ കാണണമെന്നല്ല. പകരം ബഹുമാനിക്കണം, സ്നേഹത്തോടെ വേണം ഇടപെടാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഭാര്യ ഭർത്താവിനെ പേടിക്കൊന്നും വേണ്ട. ഭാര്യ ഭർത്താവിനെ പേടിച്ച് അടിമയായി കഴിയുന്ന ഒരു കാലഘട്ടവും അല്ല. അങ്ങനെ ബൈബിൾ ഉദ്ദേശിക്കുന്നുമില്ല. കാര്യം അവിടെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയും. ദൈവത്തെ ഭയപ്പെടുന്നത് ദൈവത്തോട് നമുക്ക് പേടിയല്ല, ബഹുമാനമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഭയപ്പെടുന്നത് അത് പേടിയല്ല, പകരം അവരുടെ ബഹുമാനം. നമ്മുടെ പിതാക്കന്മാർ വരുമ്പോൾ, നമ്മളെക്കാൾ പ്രായമുള്ളവർ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇരിക്കുന്നിടത്ത് എഴുന്നേക്കും, ചിലപ്പോൾ നമ്മൾ മുണ്ടഴിച്ചിടും, നമ്മുടെ ശബ്ദം ചിലപ്പോൾ കുറയ്ക്കും. അതൊക്കെ കാര്യം എന്നറിയാവോ? അത് അവരോടുള്ള ബഹുമാനത്തിന്റെ സൂചനയാണ്. അങ്ങനെ ഇവിടെ പറയാം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ തിരിച്ച് ഭർത്താവിനെ ബഹുമാനിക്കണം. ഭർത്താവിനെ അവര് ബഹുമാനിക്കണം എന്ന ഇവിടെ മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. എന്തിനറിയാവോ? നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അപ്പൊ പരസ്പര സ്നേഹവും ബഹുമാനവുമാണ് നമ്മുടെ കുടുംബത്തിന്റെ
അനുഗ്രഹം. ആ സ്നേഹവും ബഹുമാനവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബം ഏറ്റവും സന്തോഷം നിറഞ്ഞതായി നമ്മുടെ കുടുംബത്തെ കർത്താവിന് മാറ്റാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എഫെസ്യ ലേഖനം തന്നെ 5-ാം അധ്യായത്തിന് 22 മുതൽ 25 വരെയുള്ള ഭാഗത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നല്ല ഒരു ബന്ധത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കേണ്ടതായിത്തീരുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ആയിരിക്കണം, ഭാര്യ ഭർത്താക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ അവിടെ 2-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. അപ്പോ ഒന്നാമത് പറയാ, ഭാര്യമാരോട് പറയാ, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ, നിങ്ങൾ എങ്ങനെയാണോ കർത്താവിന് കീഴ്പ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം. അവരെ സ്നേഹിക്കണം, അവരെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം എന്നാണ് പറയുന്നത്. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അപ്പോ അങ്ങനെ ഭാര്യമാരോട് അവിടെ പറയാം, നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കണം, നിങ്ങൾ ഭർത്താവിനെ ബഹുമാനിക്കണം, നിങ്ങൾ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്നൊക്കെ ഭാര്യമാരെ പറഞ്ഞു കൊടുക്കുക. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ പുസ്തകത്തിലല്ലേ, ബൈബിളല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ? ബൈബിളല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം? എത്ര അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം! ഞാൻ നിങ്ങൾ പറയാം, ഭാര്യ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം, ഭർത്താവ് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം, മക്കൾ എങ്ങനെ ഇടപെടണം, മക്കളോട് എങ്ങനെ ഇടപെടണം, നാട്ടുകാരോട് അയൽവക്കാരോട് എങ്ങനെ ഇടപെടണം, ജോലിക്കാര് എങ്ങനെ എങ്ങനെ ബോസിനോട് ഇടപെടണം, ബോസ് എങ്ങനെ ജോലിക്കാരോട് ഇടപെടണം, അങ്ങനെ മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെടുന്ന മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം. അവിടെ ഭാര്യമാരോട് പറഞ്ഞു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ കർത്താവിന് എന്ന പോലെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിച്ചു വരുമ്പോ വായിക്കുന്നത് ഇങ്ങനെയാ. അതിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം ഒന്നുമില്ലാതെ. അപ്പൊ ഭർത്താക്കന്മാരോട് പറയാം, ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അവരെ സ്നേഹിക്കണം. അവരെ സ്നേഹിച്ച് അവരെ കർത്താവ് സഭയെ എങ്ങനെയാണോ കരുതുന്നത് അങ്ങനെ അതുപോലെ തന്നെ ഭാര്യയെ കരുതണം. കർത്താവ് ഭാര്യയെ അല്ലെ സഭയെ സ്നേഹിച്ചത് സഭയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലായിട്ടല്ല, സഭ കർത്താവിന്റെ ഇഷ്ടപ്രകാരം പോയിട്ടൊന്നുമല്ല. പകരം ആ കർത്താവ് മറക്കുക, കർത്താവ് സ്നേഹിക്കുക, കർത്താവ് അങ്ങ് മറന്ന് സ്നേഹിച്ച് ക്ഷമിച്ച് കർത്താവ് കൊണ്ടുപോവുക. കർത്താവ് സഭയോട് കരുതുന്നത് പോലെ തന്നെ നമ്മൾ ഭാര്യമാരോട് കരുതണം എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭാര്യമാരെങ്ങനെ ആകണം, ഭർത്താക്കന്മാരെങ്ങനെ ആകണം, താഴോട്ട് വായിക്കുക, എഫെസ്യ ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും ഒക്കെ വളരെ സവിസ്തരമായി പഠിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഓരോ വ്യക്തികളും അപ്പനും അമ്മയും മക്കളും ഒക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് അവിടെ വായിക്കാൻ പറ്റുന്നത് കുടുംബത്തിനകത്ത് അപ്പനും അമ്മയും മക്കളും എങ്ങനെ ആകണം, മക്കൾ അപ്പനോടും അമ്മയോടും എങ്ങനെ എങ്ങനെ ഇടപെടണം, മക്കളോട് അപ്പനും അമ്മയും എങ്ങനെ ഇടപെടണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമായി തീരും. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റേതോ കുടുംബത്തെ പോലെ നമ്മുടെ കുടുംബം ആകണം, മറ്റാരുടെയോ കുടുംബം പോലെ നമുക്ക് ആകിക്കൊള്ളാം, അവരൊക്കെ നല്ല നല്ല നിലയിലാ, നമുക്കും അങ്ങനെ ആകണം. അതല്ല കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുടുംബം ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, കർത്താവ് മറ്റാർക്കും ഇല്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് തരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് കർത്താവ് തരുകയും ചെയ്യും, അത് കർത്താവിന് തരാൻ കഴിയും പ്രിയമുള്ളവര്. പക്ഷെ കർത്താവിന് തരണമെങ്കിൽ നമ്മൾ കർത്താവിന് വഴികളിൽ നടക്കണം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാൻ പ്രിയമുള്ളവരെ, എന്തിനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്? യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഒരു സഭ സ്ഥാപിക്കാനല്ലല്ലോ. യേശു കർത്താവ് വന്നത് ഒരു മതം ഉണ്ടാക്കാനോ ഒരു സഭ സ്ഥാപിക്കാനോ ആ സഭയുടെ സൂപ്പർമാനായിട്ട് ജീവിക്കാനൊന്നുമല്ല യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇതിനേക്കാൾ വലിയ സൗകര്യങ്ങളും വലിയ വലിയ സന്തോഷവും ഒക്കെ കർത്താവ് സ്വർഗത്തിലും ഉണ്ടായിരുന്നല്ലോ. കർത്താവിന് അവിടെ കിട്ടാത്തതൊന്നും അല്ലല്ലോ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. ഇവിടെ വന്നൊരു സഭ ഉണ്ടാക്കാനൊന്നും കർത്താവിന് പ്ലാനും ഇല്ല. പകരം പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുക എന്നുള്ള കർത്താവിന്റെ ആഗ്രഹം. വിശുദ്ധ വേദപുസ്തകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. കർത്താവ് വചനം ആരംഭിക്കുമ്പോൾ 31-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ കർത്താവ് ഒരു കുടുംബം സ്ഥാപിച്ചു കഴിഞ്ഞു. അവിടെ ഒരു കുടുംബം കർത്താവ് സ്ഥാപിക്കുക. അപ്പം കർത്താവിന്റെ മനസ്സിലെ ഒന്നാമത്തെ പ്ലാൻ കുടുംബമാണ്, സഭയല്ല. കർത്താവിന്റെ ഒന്നാമത്തെ പ്ലാൻ. കർത്താവിന്റെ ഒന്നാമത്തെ പ്ലാൻ കുടുംബമാണ്. കർത്താവിന്റെ ഒന്നാമത്തെ പ്ലാൻ ഒരു 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 നഗരസഭ ഉണ്ടാക്കുകയല്ല, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാക്കുകയല്ല, ഒരു പഞ്ചായത്ത് ഉണ്ടാക്കുകയല്ല. കർത്താവിന്റെ ഒന്നാമത്തെ പ്ലാൻ ഒരു കുടുംബം ഉണ്ടാക്കുക, നല്ലൊരു കുടുംബം ഉണ്ടാക്കുക എന്നുള്ള കർത്താവിന്റെ ആഗ്രഹം. അത് കർത്താവിനെ പോലെ തന്നെ ഉള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കുടുംബം വേണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു. അപ്പോൾ
കുടുംബം ഒന്നാമത് കുടുംബം സ്ഥാപിച്ചത് കർത്താവാണ്. അത് കർത്താവിന്റെ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പദ്ധതിയായിരുന്നു കുടുംബം എന്നുള്ളത്. ഈ യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ 2000 വർഷം മുമ്പ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോഴും കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ കുടുംബം തന്നെയാണ്. നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുക. കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ സീനിയർ പാസ്റ്ററായ തോമസ് കുട്ടി ബ്രദർ ഇങ്ങനെ ഇങ്ങനെ പറയാറുണ്ട്, യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിലെ നമ്മുടെ കുടുംബത്തെ സ്വർഗ്ഗമാക്കാനാണ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നതിന്റെ ഒന്നാമത്തെ പ്ലാൻ ഭൂമിയിലെ നമ്മുടെ കുടുംബം സ്വർഗ്ഗമാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്ലാൻ സ്വർഗം നമ്മുടെ കുടുംബമാക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇത് കർത്താവിന്റെ ഒന്നാമത്തെ പ്ലാനാണ് നമ്മുടെ ഈ ഭൂമിയിലെ കുടുംബം. ഒന്ന് 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 വിശ്വസിക്കാവോ? കർത്താവ് ഈ ഭൂമി വന്നത്, കർത്താവ് ഭൂമി വന്ന് പങ്കപ്പാടുകളൊക്കെ സഹിച്ച് കാൽവരി കുരിശ് നമ്മളറിയാം. നമുക്ക് ചില ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും കർത്താവിന്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അത് ലോകം മുഴുവൻ കർത്താവിന്റെ ക്രൂശ് മരണത്തെ ഓർമ്മിക്കുന്ന, കൊണ്ടാടുന്ന ആ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. പീഡാനുഭവ ആഴ്ചകളൊക്കെ എല്ലാവരും വളരെ ബഹുമാനത്തോടെ, വളരെ കർത്താവിനോടുള്ള സ്നേഹത്തോടെ നമ്മൾ ഇതൊക്കെ ആഴ്ചകളൊക്കെ ഓർക്കും. പക്ഷെ പ്രിയമുള്ളവരെ, അത് എന്തിനായിരുന്നു എന്നറിയാവോ? നമ്മുടെ ഈ ഭൂമിയിലെ കുടുംബം സ്വർഗ്ഗമാക്കാൻ വേണ്ടിയാണ്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല. പലപ്പോഴും നമ്മുടെ ചിന്ത കർത്താവ് വന്നത് നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകാനെന്നാ. സ്വർഗത്തിൽ കൊണ്ടുപോകും, കർത്താവ് നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കർത്താവിന്റെ പ്ലാൻ ഉണ്ട് പ്രിയമുള്ളവരെ. പക്ഷെ അതിനു മുമ്പ് കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ ഭൂമിയിലെ കുടുംബം. ഈ കർത്താവ് ഭൂമി വന്നപ്പോ ഏത് കുടുംബത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നോ അവിടെ എല്ലാം കർത്താവ് ഇടപെട്ടു. ആ പ്രതിസന്ധികളെല്ലാം കർത്താവ് നേരിട്ടു. ആ പ്രതിസന്ധികളിലെല്ലാം കർത്താവിന്റെ കരം ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളിലെല്ലാം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നാമത്തെ കർത്താവിന്റെ അത്ഭുതം, ആ കർത്താവിന്റെ 30-ാമത്തെ വയസ്സിൽ കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ കുടുംബം തകരാൻ പോവുക, ആ കുടുംബം നാണക്കേട് വരാൻ പോവുക, ആ കുടുംബം ജീവിതത്തിൽ അവർക്ക് കരകയറാൻ പറ്റാത്തതുപോലെയുള്ള അപമാനത്തിലേക്ക് അവർ ഇറങ്ങാൻ പോകുമ്പോൾ ആ സമയത്ത് എന്റെ കർത്താവ് ആ കുടുംബത്തെ രക്ഷിച്ചു. ആ കർത്താവ് ആ കുടുംബത്തെ കൈപിടിച്ച് ആ കുഴിയിൽ നിന്ന് കയറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, യേശു കർത്താവ് കുടുംബത്തെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കുടുംബം ഒരു കുഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ കുടുംബം ഒരു അപമാനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ കുടുംബം ഒരു നാശത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, യേശു നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ കുടുംബത്തെ ഉയർത്താൻ കഴിയും. യേശുവിന് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കാൻ കഴിയും. ആ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് ചെന്ന് ആ കുടുംബത്തിന്റെ നിന്ദ മാറ്റി. അതുകൊണ്ട് ഈ 2000 വർഷം കഴിഞ്ഞിട്ടും ആ കുടുംബത്തെ നമ്മൾ മറന്നു പോകാത്തത്. 2000 വർഷം കഴിയുമ്പോഴും എല്ലാവരും പറയും കാനാവിലെ കല്യാണത്തിന്റെ കാര്യം പറയാത്ത ആരും ഇല്ല. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചർച്ചിലേക്ക് പോവാ. ഒരു ദിവസം വൈകുന്നേരം ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകുന്ന വഴിക്ക് എന്റെ പിതാവിന്റെ ഒരു കൂട്ടുകാരൻ, പിതാവിന്റെ കൂടെ മദ്യപാനമൊക്കെ ആയിട്ട് നടന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു വൈകുന്നേരം ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ എന്റെ പിതാവ് ചോദിച്ചു, എന്റെ ചാച്ച ചോദിച്ചു, പുള്ളിയുടെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു, ചേട്ടാ എങ്ങോട്ടാ, എവിടെ പോവാ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറയാ, നല്ല മദ്യപാനിയാ, നന്നായി മദ്യപിക്കുന്ന മനുഷ്യനാ. പുള്ളി പറയാ, ഞാൻ കാനാവിലെ കല്യാണ വീട്ടിൽ പോവാന്ന്. അപ്പോ ഞാൻ പ്രിയമുള്ളവരെ, പുള്ളി ഷാഫി പോകുന്ന പുള്ളി പറഞ്ഞതിന്റെ പച്ചമലയാളത്തിനർത്ഥം പുള്ളി ഷാഫി പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയട്ടെ, ആ മദ്യപാനിയായ മനുഷ്യൻ, ബൈബിൾ തുറന്നിട്ടില്ലാത്ത മനുഷ്യനും കാനാവിലെ കല്യാണ വീടിന്റെ കാര്യം അറിയാം, കാനാവിലെ വീടിന്റെ കാര്യം അറിയാം. ഞാൻ നിങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ, ആ കുടുംബത്തെ പ്രസിദ്ധമാക്കി മാറ്റിയത് യേശുവിന്റെ സാന്നിധ്യമാണ്. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചത് യേശുവിന്റെ സാന്നിധ്യമാണ്. അല്ലെങ്കിൽ അന്ന് അവരെ അപമാനിതരായി തീരുമായിരുന്നു. അവരെ അപമാനത്തെ മാറ്റി അവരെ മാന്യതയുള്ള കുടുംബമാക്കി മാറ്റിയത് എന്റെ കർത്താവ്. ആ കർത്താവ് ഇന്നും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തിരിക്കുക, ലാസറിന്റെ വീട്ടിലോട്ട് യേശു കർത്താവ് ചെന്നു. ലാസറിന്റെ വീട്ടിലോട്ട് യേശു കർത്താവ് ചെല്ലുമ്പോൾ അവിടെ അവർ വേദനയില്ല. അവരുടെ ആകെ പ്രതീക്ഷയായിരുന്ന, അവർക്ക് ആകെ ഒരു ഒരു സംരക്ഷകനായിരുന്ന, ആകെ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു സഹോദരൻ, ആ സഹോദരൻ മരിച്ച് 4 ദിവസമായിരിക്കുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. ആ കുടുംബം വേദനയുടെ കയത്തിലുള്ളത്. ആ വേദനയുടെ കയത്തിൽ നിന്ന് അവര് എന്റെ കർത്താവ്, അല്ലാതെ ഒത്തിരി ആൾക്കാരോടെ ഉണ്ടായിരുന്നു. അവിടുത്തെ സമൂഹത്തിലെ പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മതപണ്ഡിതന്മാരോടെ ഉണ്ടായിരുന്നു. അവരെ സ്നേഹിക്കുന്ന ഒത്തിരി നാട്ടുകാരുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ സ്നേഹിക്കുന്ന എത്ര നാട്ടുകാരുണ്ടെങ്കിലും, നമ്മളെ സ്നേഹിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ടെങ്കിലും, എത്ര രാഷ്ട്രീയക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും, അവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് തോന്നിയാലും അവർക്കൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത, അവർക്കൊന്നും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ
വന്നേക്കാം. ആ കുടുംബത്തെ രക്ഷിക്കാൻ എന്റെ യേശുവിന് കഴിയും. ആ യേശുവിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. എന്റെ കർത്താവിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 43 വർഷം മുമ്പ് എന്റെ കുടുംബത്തെ ആർക്കും രക്ഷിക്കാൻ മേലാതെ, ഒരാൾക്കും രക്ഷിക്കാൻ മേലാത്ത എന്റെ അപ്പൻ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഒരു സമുദായത്തിൽ വിശ്വസിച്ച് ആ സമുദായത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സമുദായത്തിൽ പ്രാർത്ഥനയൊക്കെ സംബന്ധിച്ച് പോകുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ സമുദായത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ല. പ്രിയമുള്ളവരെ, ആർക്കും, ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ല. അവരെല്ലാവരും വളരെ സഹതാപത്തോടെ, വളരെ വേദനയോടെ ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾ പറയട്ടെ, യേശു കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്നപ്പോ ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് ഉദ്ധരിച്ചു. ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് സമാധാനമുള്ള കുടുംബമാക്കി. ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് സ്വർഗമാക്കി മാറ്റി. ആ കർത്താവിന് നിങ്ങളുടെ കുടുംബം കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ കുടുംബം തന്നെയാണ്. നിങ്ങളെ കർത്താവ് വിടുവിക്കുക എന്നുള്ളത് തന്നെയാണ് കർത്താവിന്റെ ആഗ്രഹം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആ കർത്താവിനോട് കൂടെ ചേർന്ന് നിന്നാൽ, കർത്താവിന് കൂടെ നിന്നാൽ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കും. ആ ലാസറിന്റെ വീടിനെ കർത്താവ് വിടുവിച്ചില്ലേ? കർത്താവ് രക്ഷിച്ചില്ലേ? അങ്ങനെ എത്ര കുടുംബം. പത്രോസിന്റെ വീട്ടിലേക്ക് യേശു വന്നു. യേശു ചെല്ലുന്നു, പത്രോസിന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോ പത്രോസിന്റെ വീട്ടിൽ അമ്മായിമ്മ സുഖമില്ല കിടക്കുക. അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്ന കുടുംബത്തെ കണ്ടപ്പോ കർത്താവിന്റെ കാര്യം പറഞ്ഞില്ല. കർത്താവെ, എന്റെ അമ്മായിമ്മ ഒന്ന് സൗഖ്യമാക്കാമെന്ന് പത്രോസ് ചോദിച്ചില്ല. അമ്മായിമ്മ ചോദിച്ചില്ല, എന്നെ ഒന്ന് സൗഖ്യമാക്കാന്ന് ചോദിച്ചില്ല. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോ തന്നെ ആ രോഗിയായ ആ അമ്മയെ കണ്ടപ്പോ എന്റെ കർത്താവ് ആ കുടുംബത്തിലേക്ക് അങ്ങ് ഇറങ്ങി. ആ കുടുംബത്തിലെ വിഷയത്തിലേക്ക് കർത്താവ് അങ്ങ് ഇറങ്ങി. ഏത് വിഷയമാണോ കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ, ഏത് കുടുംബത്തിലെ ഏത് വിഷയമാണോ ഉള്ളത്, യേശു കർത്താവ് ആ വിഷയത്തിലേക്ക് അങ്ങ് കയറും. ആ വിഷയത്തിലേക്ക് കർത്താവ് അങ്ങ് ഇടപെടും. കർത്താവ് ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അതൊരു അത്ഭുതമായി മാറും. ഇന്ന് വൈകുന്നേരം, ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ആഗ്രഹിക്കാം. കർത്താവെ, എന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. എന്റെ കുടുംബം ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടതാകണം. എന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധികൾ കർത്താവ് മാറ്റണം എന്നൊന്ന് ആഗ്രഹിക്കാവോ പ്രിയമുള്ളവരെ? അങ്ങനെ ആഗ്രഹിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നോക്കി കാണും, ഒത്തിരി കാര്യങ്ങൾ ശ്രമിച്ചു കാണും. അതിൽ തൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലായിരിക്കും. എന്റെ പിതാവും എന്റെ മാതാവും രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല പ്രിയമുള്ളവരെ. എന്റെ അപ്പൻ ഒത്തിരി ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഒത്തിരി ഓടിയതാ, ഒത്തിരി അധ്വാനിച്ചതാ. പക്ഷെ അതൊന്നും നടന്നില്ല. എന്റെ അമ്മ പോകാത്ത സ്ഥലങ്ങളിൽ, പുണ്യസ്ഥലങ്ങളില്ല. എന്റെ അമ്മ കാണാത്ത മന്ത്രവാദികളില്ല. എന്തിനറിയാവോ? എന്റെ അപ്പന് നല്ല മനുഷ്യനാകാൻ വേണ്ടി. അങ്ങനെ ചെയ്യാവുന്നതൊക്കെ പരമാവധി ഞങ്ങളുടെ വീട്ടിൽ വളർത്തിയ എല്ലാ പൂവൻ കോഴിയും മുഴുവൻ നേർച്ചക്കോഴികളായിരുന്നു. എല്ലാം നേർച്ച കൊടുക്കുമായിരുന്നു. പല സ്ഥലത്തേക്ക് നേർച്ച കൊടുത്തായിരുന്നു പ്രിയമുള്ളവരെ. നേർച്ച കാഴ്ചകൾക്കോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ, മന്ത്രവാദത്തിനോ ഒന്നും കഴിയാത്തത് എന്റെ യേശു കർത്താവിന് കഴിയും. എന്റെ കർത്താവിന് കഴിയും പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ വേറെ എങ്ങും ഓടണ്ട. നിങ്ങളുടെ കുടുംബത്തെ പ്രതിസന്ധി മാറാൻ വേണ്ടി നിങ്ങൾ എങ്ങോട്ട് ഓടണ്ട. യേശുവിന്റെ അടുത്തേക്ക് വാ. യേശുവിനോട് പറ, യേശുവെ, എന്റെ കുടുംബത്തിലേക്ക് ഒന്ന് വാ. കർത്താവ് നിങ്ങളെ മതം മാറ്റത്തില്ല. നിങ്ങളുടെ പേരെന്നത് കർത്താവ് ചോദിക്കുകയില്ല. നിങ്ങളുടെ പേര് മാറ്റി വരാൻ പറയല. നിങ്ങളുടെ സഭയാണെന്ന് ചോദിക്കുകയില്ല. കർത്താവ് നിങ്ങളുടെ പേര് ചോദിക്കാതെ, നിങ്ങളുടെ സഭ ചോദിക്കാതെ, നിങ്ങളുടെ മതം ഏതാണെന്ന് ചോദിക്കാതെ, കർത്താവ് നിങ്ങളുടെ മതം മാറ്റാതെ നിങ്ങളെ കർത്താവ് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ആരും നിങ്ങളെ സഹായിക്കാനില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു നല്ല സഹായകനുണ്ട്, ഒരു നല്ല രക്ഷകനുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ ഒരു സ്വർഗമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്നും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പ്രിയമുള്ളവരെ. നിങ്ങൾ പൈസ ഒന്നും വേണ്ട, നിങ്ങൾ നേർച്ച കാഴ്ചകളൊന്നും കർത്താവിന് വേണ്ട, നിങ്ങൾ നേർച്ച കാഴ്ച ഇടണ്ട, നിങ്ങൾ ഉപവസിക്കണ്ട, നിങ്ങൾ തീർത്ഥാടനത്തിന് പോകണ്ട. നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചാൽ മതി. യേശു കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ, യേശു കർത്താവേ, എന്റെ ഭവനത്തിലേക്ക് ഒന്ന് വരണമേ എന്ന് ആര് പറയുവോ അവരുടെ കുടുംബത്തെ കർത്താവ് സ്വർഗമാക്കും. അവരുടെ കുടുംബത്തെ കർത്താവ് വിടുവിക്കും. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ കർത്താവ് തന്റെ ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ പ്രഥമമായ ലക്ഷ്യം കുടുംബം. അതുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഈ രണ്ടായി കർത്താവ് അയച്ചു. കർത്താവ് അയച്ചത് കുടുംബങ്ങളിലേക്ക് അയച്ചു. കർത്താവ് പറയാ, നിങ്ങൾ നിങ്ങളെ ചെല്ലുന്ന കുടുംബം, നിങ്ങളൊരു കുടുംബത്തിലേക്ക് ചെല്ല്, ആ കുടുംബത്തിൽ നിങ്ങൾ വന്ദനം പറ എന്ന് പറഞ്ഞു. അപ്പൊ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞത് നിങ്ങൾ ചെല്ലുമ്പോ ഒരു വ്യക്തിയെ പോയി കാണാനല്ല പറഞ്ഞത്, നിങ്ങൾ പോയി ഒരു സമൂഹത്തെ കാണാനല്ല പറഞ്ഞത്, നിങ്ങളൊരു അവിടുത്തെ രാഷ്ട്രീയ നേതാവിനെ പോയി കാണുക എന്നല്ല പറഞ്ഞത്. പകരം യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു കുടുംബത്തിലേക്ക് ചെല്ലണം. യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് കുടുംബത്തിലേക്ക് വരാനാ. നമ്മുടെ കുടുംബത്തിലേക്ക് യേശു കർത്താവ് വരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവിന് വരാൻ വേണ്ടിയാ. നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിന് വസിക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് രക്ഷിക്കാൻ വേണ്ടിയാ. ശിഷ്യന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആ കുടുംബത്തിൽ ആ ശിഷ്യന്മാർ ജീവിക്കാൻ വേണ്ടിയല്ല.
ശിഷ്യന്മാര് ഇരുണ്ടായിട്ട് കർത്താവ് അയക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് ശിഷ്യന്മാർ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും വീട്ടിൽ പോയി വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ നോർത്തിട്ടല്ല പ്രിയമുള്ളവരെ. ശിഷ്യന്മാര് കർത്താവിന്റെ ഭാരമായതുകൊണ്ടല്ല, ആ കുടുംബങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ പ്ലാൻ. കർത്താവ് പറയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ ആ കുടുംബത്തിന് സമാധാനം എന്ന് പറയുവിൻ. ആ കുടുംബത്തിൽ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ സമാധാനം ആ കുടുംബത്തിൽ വസിക്കും. അപ്പോ കർത്താവിന്റെ ആഗ്രഹം ആരെങ്കിലും ഒരാള്, ആ കുടുംബത്തിലെ ആരെങ്കിലും ഒരാള് യേശുവിനെ സ്വന്തരക്ഷിതമായി സ്വീകരിക്കണം, ഈ സമാധാനം സ്വീകരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ട് പറയാ, ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരാള് ഈ സമാധാനം സ്വീകരിക്കുന്നത്, ഒരു സമാധാന പുത്രൻ. എല്ലാവരും ഒരുമിച്ച് യേശുവിനെ സ്വീകരിക്കണമെന്നല്ല കർത്താവ് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് രക്ഷിക്കപ്പെടണമെന്നൊന്നുമല്ല കർത്താവ് പറയുന്നത്. ഒരാൾ, ഒരു കുടുംബത്തിൽ ഒരാൾ ഈ യേശുവിനെ സ്വന്തരക്ഷിതമായി സ്വീകരിച്ചാൽ കർത്താവ് പറയാ, ആ കുടുംബത്തിൽ സമാധാനം വാഴും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ നമ്മൾ പറയായിരിക്കും, ഭാര്യമാര് പറയും ഭർത്താവിന്റെ പ്രശ്നം കൊണ്ടാ, ഭർത്താവ് പറയും ഭാര്യമാരുടെ പ്രശ്നം കൊണ്ടാ, അല്ലെങ്കിൽ മക്കൾ പറയും എന്റെ അപ്പനും അമ്മയും ഞാൻ വേറെ ഏതെങ്കിലും കുടുംബത്തിലായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ സമാധാനമുള്ള കുടുംബത്തിലായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ വലിയ കുടുംബത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ പറയായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ആരുടെയൊക്കെ കുറവ് പറയാനുണ്ടായിരിക്കും. അവരൊക്കെ ശരിയായിരുന്നെങ്കിൽ എന്റെ കുടുംബം നന്നാവുമായിരിക്കും എന്ന് ചിലപ്പോൾ നമ്മൾ പറയായിരിക്കും. പ്രിയമുള്ളവരെ, ചുമ്മാതെയാ. കർത്താവ് പറയാ, ആരെങ്കിലും ഒരാള്, കുടുംബത്തിൽ ആരെങ്കിലും ഒരാള് യേശുവെ അങ്ങന്റെ കർത്താവാണെന്ന് പറഞ്ഞാൽ കർത്താവ് പറയാം, ആ സമാധാനം ആ കുടുംബത്തിൽ വസിക്കും. ആ കുടുംബത്തിൽ കർത്താവിന്റെ സമാധാനം വസിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, പ്രിയമുള്ളവരെ, കർത്താവിന്റെ ആ സമാധാനം നിങ്ങളുടെ വാതിക്കൽ ഇരിക്കുന്നു. നിങ്ങളുടെ വീട്ടിന്റെ വാതിക്കൽ കർത്താവിന്റെ സമാധാനം വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, അന്ന് കർത്താവിന്റെ ശിഷ്യന്മാരെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വിടണമായിരുന്നു. ഫിസിക്കലി ആ ശിഷ്യന്മാർ അവിടെ ചെല്ലണമായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്താൽ, നിങ്ങളുടെ TV ഒന്ന് ഓൺ ചെയ്താൽ, പ്രിയമുള്ളവരെ, ഈ സമാധാന സുവിശേഷം നിങ്ങളുടെ കാതുകളിൽ കേൾക്കും. നിങ്ങളുടെ വീടിനകത്ത് വരും. നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് സമാധാനം വരുക. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ആ ജനം ഇരിക്കുന്നിടത്തേക്ക് അവർ വീട്ടിലേക്ക് അയച്ചു. അന്ന് ഈ ഫിസിക്കലി പോയേ പറ്റുള്ളായിരുന്നു. ഇന്ന് ഫിസിക്കലി പോകണ്ട. ഇന്ന് ഇന്ന് നമുക്ക് ഒത്തിരി 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 മാർഗങ്ങളുണ്ട്. മൊബൈൽ ഫോണോ TVയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല പല മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് വ്യക്തിക്കും എവിടെ ഇരുന്നാലും അതൊന്ന് ഓൺ ചെയ്താൽ കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ആ കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കാൻ പോവാ. എന്നൊക്കെ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. യേശുവിനെ കാണാൻ സക്കായി ആഗ്രഹിച്ചപ്പോ യേശു കർത്താവ് സക്കായോട് പറയാം, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ പോവാ, നിന്റെ കുടുംബത്തിലേക്ക് ഞാൻ വരുവാ. കർത്താവിനെ കാണാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ആ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ആ കുടുംബത്തിൽ വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയാ, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഫോക്കസ് കുടുംബമാണ്. കർത്താവിന്റെ ലക്ഷ്യം കുടുംബമാണ്. അത് നമ്മുടെ കുടുംബം. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് കർത്താവിന്റെ ലക്ഷ്യം. കർത്താവിന് സഭയല്ല പ്രധാനപ്പെട്ടത്. സഭയേക്കാൾ പ്രധാനപ്പെട്ടതാ കർത്താവ് നിങ്ങളുടെ കുടുംബം. നിങ്ങളുടെ കുടുംബം അത് വലുതാ. അത് നിങ്ങൾ എത്ര വലുതായി കാണുന്നോ അതിനേക്കാൾ വലുതായി യേശു കർത്താവ് കാണുന്നു. നിങ്ങളുടെ കുടുംബത്തെ ആ നിങ്ങൾ കാണുന്നതിനേക്കാളും വലിപ്പത്തിൽ, സ്നേഹത്തോടെ, ആർദ്രതയോടെ കാണുന്ന ഒരു നല്ല യേശു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒത്തിരി തഴഞ്ഞില്ലേ? നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി, മറുകര എത്തിക്കാൻ വേണ്ടി ഒത്തിരി തുഴഞ്ഞില്ലേ? ഒത്തിരി തുഴഞ്ഞിട്ട് എങ്ങും എത്താതെ എന്താ ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തത്? എന്താ ഇത്ര നാൾ നിങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടാണോ നിങ്ങളുടെ കുടുംബം നന്നായി പോകാത്തത്? നിങ്ങളുടെ ശ്രമത്തിനൊക്കെ ഒരു പരിധിയുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ നിങ്ങളുടെ ആ തുഴച്ചിൽ തീർന്നു, നിങ്ങൾ അക്കരെയെത്തും, നിങ്ങൾ സമാധാനത്തിലെത്തും. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ അവർ പടകിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ തിരമാലകളൊക്കെ അടിച്ച് പ്രതിസന്ധിയിലൂടെ അവർ പോവുക. അവരുടെ പടക് പ്രതിസന്ധിയിലൂടെ അവർ പോവുക. അവരങ്ങനെ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴാണ് യേശു കർത്താവ് നടന്ന് ആ കടലിന് മുകളിൽ കൂടെ നടന്ന് അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ മുകളിൽ കൂടെ നടന്ന് യേശു കർത്താവ് അങ്ങോട്ട് ചെല്ലുക. അങ്ങോട്ട് ചെന്ന് ശിഷ്യന്മാർ യേശു ആണെന്ന് മനസ്സിലാക്കിയപ്പോ യേശു കർത്താവിനെ പടകിൽ കയറ്റി. നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, യേശു കർത്താവിനെ ഒരു പടകിൽ കയറ്റിയപ്പോ അടുത്ത വാക്യം വായിക്കുക, യേശു കർത്താവിനെ പടകിൽ കയറ്റി അപ്പോൾ തന്നെ അവര് മറുകരയെത്തി, അവരെ അക്കരയെത്തി. ഞാൻ നിങ്ങളോട് പറയാം, ഒത്തിരി നാളായി തുഴഞ്ഞിട്ടും ഒത്തിരി നാളായി കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് മറുകര എത്താൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ അക്കരയെത്തിക്കുന്ന, നിങ്ങളെ സമാധാനത്തിലെത്തിക്കുന്ന, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല യേശു തൊട്ടടുത്തുണ്ട്. ഒന്ന് വിളിക്കാവോ? യേശുവേ, എന്റെ കുടുംബത്തിലേക്ക് ഒന്ന് വരാമോ? യേശുവേ, എന്റെ കുടുംബജീവിതത്തിലേക്ക്. നമുക്ക് പലപ്പോഴും നമ്മൾ കർത്താവിനെ വിളിക്കാത്തത് നമുക്ക് കഴിയും. എനിക്കറിയാലോ, എനിക്ക് ബുദ്ധിയുണ്ടല്ലോ.
എനിക്ക് ഞാൻ ഞാൻ ഇങ്ങനെ കൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് രക്ഷപ്പെട്ടോളും. ഞാൻ ഇനി ഈ മാർഗ്ഗം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ രക്ഷപ്പെട്ടോളും എന്നൊക്കെ നമ്മളങ്ങ് ചിന്തിക്കുവാ. നമ്മുടെ കുടുംബം നന്നാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലെ കുറച്ച് വിദ്യകളൊക്കെ നമ്മൾ ഇറക്കി നോക്കുക. നിങ്ങളുടെ വിദ്യയൊന്നും ഫലിക്കുകയില്ല. നമ്മുടെ വിദ്യകളൊന്നും ഫലിക്കുകയില്ല. നമ്മളെക്കാൾ കഴിവുള്ള ഒത്തിരി വിദ്വാൻമാര് കുടുംബം നന്നാക്കാൻ വേണ്ടി ഒത്തിരി വിദ്യകൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയി. ഞാൻ നിങ്ങളോട് പറയാം, ആ പരാജയപ്പെട്ടു പോയവരുടെ വഴിയെ പോകണ്ട. വിജയിച്ചവരുടെ വഴിയെ പോകും. കർത്താവ് അനുഗ്രഹിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ നമുക്ക് ചുറ്റുപാടുകളുണ്ടല്ലോ. കർത്താവ് രക്ഷിച്ച ഒത്തിരി കുടുംബങ്ങളെ നമുക്കറിയാമല്ലോ. നമുക്ക് ആ യേശുവിന്റെ അടുത്തേക്ക് ഒന്ന് വരാം. യേശുവിന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ പറയട്ടെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമാക്കും. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബം ഇന്ന് പോകുന്ന പോലെ പോയാൽ പോരാ, കുറച്ചുകൂടെ നന്നായി പോകണം, കുറച്ചുകൂടെ അനുഗ്രഹിക്കപ്പെടണം, കുറച്ചുകൂടെ ഉയർച്ച പ്രാപിക്കണം, കുറച്ചുകൂടെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം, ആരോഗ്യപരമായി അനുഗ്രഹിക്കപ്പെടണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് കുടുംബത്തെ കാണുമ്പോൾ ആ വ്യക്തികളെ മാത്രമല്ല, കർത്താവ് പറയാം നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് തലമുറകളെ കൂടെ രക്ഷിക്കുന്നുണ്ട്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ കർത്താവ് പറയാ, നീ മുഖാന്തരം ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബത്തിൽ രാജാക്കന്മാരുണ്ടാകും. കർത്താവ് അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തമാ. അബ്രഹാം കൊടുത്ത വാഗ്ദത്തം എല്ലാം എന്റേതാ, നമ്മുടെ ഓരോരുത്തരുടെയാ. ഗലാത്യത്തിൽ വായിക്കുക, യേശുക്രിസ്തുവിലൂടെ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടേതാണ്. യേശുക്രിസ്തുവിലൂടെ അബ്രഹാമിന് കർത്താവ് കൊടുത്ത മുഴുവൻ അനുഗ്രഹങ്ങളും യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോ അത് നമ്മുടേതായി തീർന്നിരിക്കുന്നു. അതിന്റെ 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 ആ ഉടമസ്ഥരായി കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നു. അങ്ങനെയാണ് അബ്രഹാമിനോട് കർത്താവ് പറയുമ്പോൾ, അബ്രഹാമേ, നീ മാത്രമല്ല, നിന്റെ കുടുംബങ്ങൾ, നിന്റെ തലമുറകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണ് കർത്താവ് ഒരു കുടുംബത്തെ സ്നേഹിച്ചാൽ, കർത്താവ് ഒരു കുടുംബത്തെ അനുഗ്രഹിച്ചാൽ ആ വ്യക്തി കൊണ്ട് ആ അനുഗ്രഹം തീർന്നു പോകുന്നില്ല. നിന്റെ ആ അനുഗ്രഹം നിന്റെ കാലം കൊണ്ട് തീർന്നു പോകുന്ന ഒരു അനുഗ്രഹം അല്ല പ്രിയമുള്ളവരെ. നിനക്ക് ശേഷം നിന്റെ തലമുറകളിലേക്ക് ആ അനുഗ്രഹം മാറും. നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം മാറും. പല കുടുംബങ്ങളും നമുക്കറിയാം, പിതാക്കന്മാരുടെ കാലത്ത് പൈസയൊക്കെ ഉള്ള നല്ല കുഴപ്പമില്ലാതെ ഒക്കെ ഇരുന്ന കുടുംബങ്ങൾ പിന്നീട് ആയപ്പോ ഒന്നുമില്ലാതെ തകർന്നു പോയ കുടുംബം എനിക്കറിയാം. എന്റെ അയൽവക്കത്ത് എനിക്കറിയാം. പല കുടുംബങ്ങളും എനിക്കറിയാം പ്രിയമുള്ളവരെ. കാരണവന്മാരുടെ കാലത്ത് ആ, നല്ല നല്ല നിലയിൽ ജീവിച്ചവരാ. പക്ഷെ ഇന്ന് മക്കളുടെ കാലമായപ്പോ അവർക്ക് കയറി കിടക്കാൻ വീടില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ആയ ഒത്തിരി കുടുംബങ്ങളെ എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നത്തെ സാഹചര്യം അത് 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 ഉയർച്ചയിലേക്ക് പോകണമെങ്കിൽ യേശു കൂടെ വേണം. കഴിവുകൾ കൊണ്ട് നടക്കുകയില്ല. നമ്മുടെ കഴിവുകൾ ഒന്ന് പരിശ്രമിച്ച് നോക്കരുത് പ്രിയമുള്ളവരെ. നമ്മുടെ കഴിവുകളല്ല ശ്രമിക്കേണ്ടത്. പകരം യേശുവിനെ വിളിക്കുക, യേശു കർത്താവിനെ വിളിക്കുക. യേശു കർത്താവ് ഇന്നും ഓരോ കുടുംബങ്ങളെ നോക്കുക. ആ സക്കാരുടെ കുടുംബത്തിലേക്ക് വന്ന, പത്രോസിന്റെ കുടുംബത്തിലേക്ക് വന്ന, ആ കാനാവിലെ കുടുംബത്തിലേക്ക് വന്ന ആ യേശു കർത്താവ് ഇന്നും അങ്ങനെ ഒത്തിരി കുടുംബങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് പ്രിയമുള്ളവരെ. ആ ആ ബൈബിളിൽ പറഞ്ഞ ആ കുടുംബങ്ങൾ മാത്രമല്ല, ഇന്നും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള ഓരോ കുടുംബങ്ങളും ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടത് കാണാം. ആ കുടുംബങ്ങളെല്ലാം ഉയർച്ച പ്രാപിച്ചത് കാണാം. എന്ന കാര്യം അറിയാമോ? യേശു അതിനുവേണ്ടി വന്നതാ. യേശു അതിനുവേണ്ടി ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ സമാധാനം തരാൻ, നമ്മുടെ കുടുംബത്തെ സാമ്പത്തികമായി അനുഗ്രഹിക്കാൻ, നമ്മുടെ കുടുംബത്തെ ആത്മീയമായി അനുഗ്രഹിക്കാൻ, നമ്മുടെ കുടുംബത്തെ സ്വർഗമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ വീണ്ടും നിങ്ങളോട് ഓർപ്പിക്കട്ടെ. അപ്പോ ബൈബിൾ പ്രകാരം ഒരു നല്ല കുടുംബം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന കുടുംബമാണ്. ഒന്നാമത്തെ പ്രത്യേകത ദൈവത്തെ ബഹുമാനിക്കുന്ന കുടുംബമാണ് അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബം. ആരൊക്കെ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടോ അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. രണ്ട്, സ്നേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന കുടുംബത്തെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കളും മക്കളും ഒക്കെ സ്നേഹത്തിൽ ഒന്നായി തീരുമ്പോ ഞാൻ നിങ്ങൾക്ക് പറയാം, നമ്മുടെ കുടുംബം സ്വർഗ്ഗമായി മാറും. മൂന്ന്, പരസ്പരം ബഹുമാനിക്കുന്ന കുടുംബം. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കുകയും ബഹുമാനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കുടുംബം. അതാ ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്. നാല്, ക്ഷമയും കരുണയും പുലർത്തുന്ന കുടുംബം. ചിലപ്പോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ക്ഷമിക്കേണ്ടി വരും, കരുണ കാണിക്കേണ്ടി വരും. അവരോട് അവർക്കതേ പറ്റുള്ളൂ, അവർക്ക് അങ്ങനെ അത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുഴപ്പമില്ല. അങ്ങനെ ചില ആൾക്കാരോട് ചിലപ്പോൾ നമുക്ക് കരുണ തോന്നേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബം. അഞ്ചാമതായി, ആത്മീകമായി വളരുന്ന ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ സ്നേഹിക്കും അങ്ങനെ തീരുമാനിക്കുന്ന, അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ആ കുടുംബം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആ യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിച്ചാൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മൾ ഇതുവരെ കേട്ടത് കർത്താവ് എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ, എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്? നമ്മുടെ കുടുംബത്തെ സ്വർഗ്ഗമാക്കാനാ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാനാ എന്ന് ഞാൻ നിങ്ങൾക്ക് ഓർപ്പിച്ചല്ലോ പ്രിയമുള്ളവരെ. വരുന്ന ആഴ്ച മുതൽ കർത്താവ് അനുവദിച്ചാൽ വരുന്ന ആഴ്ച മുതൽ നമ്മൾ ഓരോ 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 സ്പെഷ്യൽ ഓരോ കുടുംബത്തെ, വിശുദ്ധ വേദത്തിൽ ഒത്തിരി കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ നമ്മൾ പഠിക്കും. ഓരോ കുടുംബങ്ങളായി നമ്മൾ പഠിക്കും. അങ്ങനെ ആ കുടുംബങ്ങളെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ എടുത്തു കളയണം,
ആ കുടുംബത്തിൽ നിന്ന് എന്തൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് സഹായിക്കും. ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളൊക്കെ ഒരു നിമിഷം അടയ്ക്കാവോ? ഒരു നിമിഷം നമുക്ക് കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എന്റെ കുടുംബത്തിലേക്ക് യേശു ഒന്ന് വരണം, എന്റെ കുടുംബത്തിലേക്ക് കർത്താവ് ഒന്ന് വരണം, എന്റെ കുടുംബം സമാധാനമുള്ള ഒരു കുടുംബമായി തീരണം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരണം. നമുക്ക് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം നന്നാകുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആരെങ്കിലും ഒരാള് ഹൃദയം തുറന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ. കർത്താവ് പറയാ, ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോ നിങ്ങൾ സമാധാനം പറയുമ്പോ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ, അത് എന്റെ കുടുംബത്തിൽ ഞാനാ, ആ സമാധാനപുത്രൻ ഞാനാകാൻ ആഗ്രഹിക്കുക എന്ന് നമുക്കൊന്ന് പറയാം. കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരും. ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് ദൈവത്തിൽ അടച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു നിമിഷം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയമുള്ളവർ, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുഴപ്പമില്ലായിരിക്കും. നമ്മുടെ അയൽവാസികളായ ചില പ്രിയപ്പെട്ടവർ അവർ അസമാധാനത്തിലാണോ, അവർ തകർച്ചയിലാണോ കഴിയുന്നത്? അവരോടൊന്ന് പറയാമോ, ഈ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, ഈ യേശു നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു പറയാമോ? അവർ രക്ഷപ്പെടും. ഇന്ന് രാവിലെ കണ്ണുകളൊക്കെ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ, കർത്താവ് ദൈവവചനത്തെ കർത്താവ് ചിന്തിക്കാൻ ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന് കേൾക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. ഞങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ, ഞങ്ങൾ കരുതുന്നതിനേക്കാൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കർത്താവ് കരുതുന്നുണ്ടെന്നുള്ളത് കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബം അങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളിലെ പ്രതിസന്ധികൾ, ഞങ്ങളുടെ കർത്താവ് കുടുംബത്തിലെ രോഗങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിലെ കടബാധ്യതകൾ, ഞങ്ങളുടെ കുടുംബത്തിലെ കർത്താവെ ആ സന്തോഷമില്ലായ്മ, കർത്താവെ സമാധാനമില്ലായ്മ, ഇതെല്ലാം കർത്താവെ അങ്ങേക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ കഴിവുകളൊക്കെ പരിശ്രമിച്ചു നോക്കി, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ നോക്കി കർത്താവെ. എന്നാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് കർത്താവ് ഒരു കർത്താവ് വിടുതൽ ലഭിക്കാത്തത് കൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഞങ്ങളെ കർത്താവിന്റെ കയ്യിലേക്ക് തരുക, ഞങ്ങളുടെ കുടുംബത്തെ കർത്താവിന്റെ കയ്യിലേക്ക് തരുക. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗ്ഗമാക്കാൻ ആ ഭൂമിയിലേക്ക് വന്നതെന്ന് കേട്ടല്ലോ. കർത്താവെ, അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം സ്വർഗ്ഗമാകണം, ഞങ്ങളുടെ കുടുംബം സ്വർഗ്ഗമാക്കി മാറ്റണം. അതിനുവേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് ഇങ്ങനെ ഒരു മാധ്യമമാക്കി തന്ന കർത്താവ് ഗോസ്പൽ TV UPA സാജി പാസ്റ്റർ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കർത്താവ് പ്രസ്ഥാനം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകൾ കൊണ്ട് നിറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ യേശുവിനകത്തെ അനുഗ്രഹിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അവരുടെ കുടുംബം എല്ലാം സ്വർഗ്ഗമാകണം. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ കേൾക്കണം, ഞങ്ങൾ അറിയണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമുക്ക് വരുന്ന ആഴ്ചയും നമുക്ക് ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കാം. നമ്മുടെ കുടുംബം സ്വർഗ്ഗമായി മാറും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടുള്ള സന്ദേശം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയുള്ള നന്ദി അറിയിക്കുന്നു. കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. വരുന്ന ആഴ്ചകൾ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നമുക്ക് അതേക്കുറിച്ച് നമുക്ക് ശ്രമിക്കാം. പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു.